ശരിക്കും അതാ ഇവരുടെയൊക്കെ കൂടെ നമ്മൾ കൂടുമ്പം കുറേയൊക്കെ നമ്മുടെ സങ്കടങ്ങളൊക്കെ നന്നായിട്ട് മാറും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇവരങ്ങനെ മിണ്ടാണ്ട് കിടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണത്തിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. ഇവരും എന്നോട് ഭയങ്കര കമ്പനിയാണ്. ഞാൻ തന്നെയൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അടുത്ത് വന്ന് കരയും, നെറ്റിയിൽ വന്ന് ഇടിക്കും, ഇരിക്കുവാണെങ്കിലും മടിയിൽ കയറി ഇരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ കൊഞ്ചിക്കും ലാളിക്കും ചെയ്യാറില്ല ഒരുപാട്. ജസ്റ്റ് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് നോക്കുകയും തലോടുകയൊക്കെ ചെയ്യാറേ ഉള്ളൂ. സമയമില്ല മെയിനായിട്ട് അവരെ കൊഞ്ചിക്കാൻ. എന്നാലും അവർ ആ ഒരു കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സമയങ്ങളിൽ എൻ്റെ അടുത്ത് ആ ഒരു സ്നേഹം വന്ന് പ്രകടിപ്പിക്കും. ശരിക്കും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുറേയൊക്കെ വിഷമങ്ങൾ അങ്ങനെ അങ്ങ് പോവും. കാരണം ചില നേരത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചിന്തിക്കും. രാത്രിയാകുമ്പോൾ അവരവിടെ ഉണ്ടല്ലോ, നമ്മൾ നോക്കിയിരിക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാകുമ്പോഴേ നമുക്ക് ആരൊക്കെയോ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ശരിക്കും തോന്നും. കാരണം നമുക്ക് ആരും ഇല്ലെങ്കിൽ പോലും മനുഷ്യനല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവർ. പക്ഷേ നമ്മുടെ ഏറ്റവും എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ എന്താ പറയണ്ട ആരൊക്കെയോ ആണ് എന്ന് ചില സമയങ്ങളിൽ തോന്നിപ്പോവും. കാരണം ആരും അല്ലായിരിക്കാം അവർ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ് ഇതുങ്ങളുടെ അടുത്ത് തോന്നും. കണ്ടില്ലേ? ഞാൻ എന്തോ ചെയ്യാമെന്നവർക്ക് അറിയാം, എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് എടുത്തതിൻ്റെ ആ ഒരു വിഷമത്തിൽ എല്ലാവരും നിൽക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ കിടന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും അങ്ങനെ വിളിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അറിയണില്ല. ഇല്ലാണ്ടാകുമ്പോഴേ അത് അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ഇല്ലാണ്ടാകുമ്പോഴേ നമ്മളത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇനി കുറച്ച് ദിവസം മുമ്പ് ചെറിയൊരു വലിയൊരു വയ്യാഴിക വന്നു. പെടലിയൊക്കെ ഇങ്ങനെ കോടിയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. ഞാനൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു മരുന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം തൈലമൊക്കെ ഇട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. മരുന്ന് കൊടുക്കാൻ ഭയങ്കര പാടാണ് അവന്. കാരണം എൻ്റെ കയ്യിലൊക്കെ കയറി കടിക്കും. ഭയങ്കര പാടുപെട്ട് 2 ദിവസം ഞാൻ മരുന്ന് കൊടുത്തു കുറേശ്ശെ. പിന്നെ അതിന് ശേഷം ഞാൻ നല്ല തൈലമൊക്കെ ഇട്ട് തടവി കൊടുത്ത് അവനെ റെഡിയാക്കി എടുക്കുമായിരുന്നു. ഞാൻ വെച്ചാൽ അവൻ പോകുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. എന്തോ അവനെ ഞാൻ റെഡിയാക്കി എടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു വലിയ വലിയ സന്തോഷങ്ങൾ.